അയ്യോ ഓ അയ്യോ ഓ അതെന്താ കളിപ്പട്ട? നിങ്ങളുണ്ടോ വൈബ്രേറ്ററിലിട്ടിനി? എന്റെ ചെവിയിലെന്തോ പ്രാണി പോയി ജാനു. ഞാൻ ഇപ്പൊ ശരിയായി തരാം. കുറച്ച് എണ്ണ അങ്ങ് ചൂടാക്കട്ടെ. പഴംപൊരിയോ പോണ്ടിയോ എന്തെന്നാ ഇഞ്ഞി ഉണ്ടാക്കുന്ന ഇപ്പൊ? ചെവിയിൽ പ്രാണി പോയി കിടക്കുമ്പോഴും തിന്നണ്ട വിചാരം. ഇനി മധുരമുള്ള പഞ്ചാരിയോ ബെല്ലോ അങ്ങനത്തെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അത് മെല്ലനെ ഇറങ്ങും ജാനു. അനങ്ങാണ്ടിക്ക്, ഞാൻ ചൂടാക്കിയിട്ട് പെട്ടെന്ന് വരുന്നു. അയ്യോ അയ്യോ കൊല്ലുന്നേ. ചൂടാക്കി എണ്ണ ഒഴിച്ച സ്ഥിതിക്ക് തിരിവെച്ച് കത്തിച്ചൂടേനോ ജാനു ഇരിക്ക്. അയ്യോ വേദനയാന്നേ. ഉയന്നമ്മ കണിഞ്ഞ. എന്നാ പിന്നെ ആസ്പത്രി പോവാ കളിപ്പട്ട. ചെവിയിൽ എന്താ ഒഴിച്ചത്? ഇത്തിരി എണ്ണ ചൂടാക്കി ഒഴിച്ചോ ഈ ഡോക്ടറെ. അതെന്താ, ഇയാളുടെ ചെവിയിലാണോ നിങ്ങൾ പപ്പടം കാച്ചുന്നത്? ഡോക്ടർ നല്ല കൗണ്ടറാണല്ല. ഇനി മിണ്ടറേ ജാനു. എന്നാലും എന്റെ ജാനു എന്നോടിത് വേണേനോ? ബാക്കി പറ സാറേ. 2 പേരോടും കൂടി പറയുക, ചെവിയിൽ എന്തെങ്കിലും പോയാലുടനെ എണ്ണ എടുത്തൊഴിക്കരുത്. അതുപോലെ ബഡ്സ്, പിന്ന്, കൂർത്ത വസ്തുക്കള് ഇതൊന്നും ചെവിയിലിടരുത്. വൃത്തിഹീനമായ വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്യരുത്. മൂപ്പറ് വെള്ളത്തിൽ നീന്തൂല്ല. വെള്ളം മോന്തിയിട്ട് മുറ്റത്താ നീന്തല്. പിന്നെ മറ്റൊരാളുടെ ഇയർഫോണോ ഇയർ പ്ലഗോ ഉപയോഗിക്കരുത്. ഇയാൾക്ക് അത് തന്നെയാന്ന് പണി. ഞാൻ പാട്ട് കേൾക്കാൻ തുടങ്ങിയാല് അന്നേരം വന്ന് മാന്തി പറിക്കൂ. ഇവളെ ചെവിയിലാ കുന്ത്രാട്ടം കുത്തിയിട്ട് വല്ലൊച്ചയിലാ പാട്ട് കേൾക്കുക. ആ, അത് തീരെ പാടില്ല. ബാക്കി പറ മോനെ. അല്ല സാറേ, വലിയ ശബ്ദമുള്ള സ്ഥലങ്ങളിൽ അധിക നേരം ചെലവഴിക്കരുത്. അങ്ങനെ വേണ്ടി വരുമ്പോൾ ഇയർ പ്ലഗ് ഉപയോഗിക്കണം. പിന്നെ ചെവിയും കേൾവിയും സംബന്ധമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ മറക്കുകയും ചെയ്യരുത്, കേട്ടോ. വയനാട്ടിലെ കൽപ്പറ്റ ജനറൽ ആശുപത്രി ദേശീയ ഭദ്രതാ നിയന്ത്രണ പദ്ധതിയുടെ ഡിസ്ട്രിക്ട് നോഡൽ സെന്ററായും മാനന്തവാടി മെഡിക്കൽ കോളേജ്, സുൽത്താൻ ബത്തേരി, വൈത്തിരി താലൂക്ക് ആശുപത്രികൾ ഈ പദ്ധതിയുടെ എക്സ്റ്റൻഷൻ സെന്റേഴ്സായും പ്രവർത്തിക്കുന്നു. ഈ പദ്ധതിന്റെ ഭാഗമായി എല്ലാ കേൾവി പരിശോധനകളും ഇയർ സർജറികളും ഇവിടെ ലഭ്യമാണ്. ഈ പറഞ്ഞതൊന്നും ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവി കൂടെ കളയല്ലേ. ചെവിയുടെ കാര്യത്തിന് ചെവി കൊടുക്കണേ മക്കളെ.